വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ കൊടുത്ത് വഞ്ചിക്കപ്പെട്ടവർ ചെറുപ്പശ്ശേരിയിലെത്തി പ്രതിഷേധിച്ചത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. ട്രാവൽ ഏജൻസി ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു പണം നൽകിയവർ തിങ്കളാഴ്ച രാവിലെ ചെറുപ്പശ്ശേരിയിലെത്തിയത്. ലോഡ്ജിലേക്ക് എത്താൻ പറഞ്ഞ ഇവരെ ഹൈസ്കൂൾ റോഡ് ജംഗ്ഷന് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തിയതോടെ ഇവർ പ്രതിഷേധിക്കുകയായിരുന്നു. ഇരു കൂട്ടരെയും മടക്കി അയച്ചത് പോലീസ് എത്തി. ചേച്ചി കൂടിയാണ് ഈ ഏജൻസി. ഓസ്ട്രേലിയ, മലേഷ്യ, തായ്ലാന്റ് തുടങ്ങി വിവിധ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ കൊടുത്ത് വഞ്ചിതരായവരാണ് മലപ്പുറത്തെ ട്രാവൽ ഏജൻസി നൽകിയ വാക്കുവിശ്വസിച്ച് തിങ്കളാഴ്ച ചെറുപ്പശ്ശേരിയിലെത്തിയത്. ചെറുപ്പശ്ശേരിയിലെ സ്വകാര്യ ലോഡ്ജിലേക്ക് വരാനായിരുന്നു തങ്ങളോട് പറഞ്ഞതെന്ന് ഇവർ പറഞ്ഞു. എന്നാൽ ഇവിടെ വന്ന് വിളിച്ചപ്പോൾ ഹൈസ്കൂൾ റോഡ് ജംഗ്ഷന് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്താനാണ് ആവശ്യപ്പെട്ടത്. 4 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെ നൽകി കബളിപ്പിക്കപ്പെട്ടവരുണ്ടായിരുന്നു കൂട്ടത്തിൽ. പണം തിരികെ ആവശ്യപ്പെട്ട് 1 വർഷത്തിലധികമായി ട്രാവൽ ഏജൻസി അധികൃതരെ ബന്ധപ്പെടുന്നുണ്ടെന്നും തിങ്കളാഴ്ച എല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ചെറുപ്പശ്ശേരിയിൽ എത്താൻ പറഞ്ഞതെന്നും ഇവർ പറഞ്ഞു. ഇവിടെ വെച്ച് ട്രാവൽ ഏജൻസിയിൽ നിന്നും എത്തിയവരും പണം നഷ്ടമായവരും തമ്മിൽ ബഹളമായതോടെ നാട്ടുകാർ ചെറുപ്പശ്ശേരി പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇരുകൂട്ടരുമായും സംസാരിച്ചു. ഓസ്ട്രേലിയ, തായ്വാൻ, പിന്നെ തായ്ലാന്റ്, ജപ്പാൻ, മക്കാവോ, പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ 2.5 വർഷമായി ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഒരു പൈസ ഇല്ല, ഒന്നുമില്ല, വിളിച്ചാൽ ഫോൺ എടുക്കൂല. അപ്പോൾ ഒരു 10-50 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഇപ്പോൾ ഓരോരുത്തർ 10-80 ലക്ഷത്തോളം എത്ര ആൾക്കാർ ഈ നിൽക്കുന്ന ആൾക്കാർ. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഇവരെന്ന് രാവിലെ 11 മണിക്ക് ഇവിടെ മീറ്റിംഗ് നടത്താം, വക്കീൽ വെച്ച് മീറ്റിംഗ് നടത്താറുണ്ട്. ഇന്ന് രാവിലെ വിളിച്ചെടുക്കുക. ഈ പൈസ വാങ്ങിയ ആള് ഈ അവിടെ ഉള്ള സ്റ്റാഫോളെ മാത്രം പറഞ്ഞേച്ച് അവരെവിടെ മുങ്ങിടക്കുക. ഇത് വിളിച്ചാലും ഫോൺ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ഒന്നും അവർ ഏറ്റെടുക്കണില്ല. ഇതിപ്പോ വേറെയും കുറച്ച് ആൾക്കാരും കൂടി ഇവിടെ ഡീലാക്കാൻ വേണ്ടി. അല്ലല്ല, ഞങ്ങള് പല ഭാഗത്തുള്ള ആൾക്കാരാണ്. അതായത് തിരുവനന്തപുരം മുതൽ ഒരു അറ്റം വരെ, ഇവിടെ വരെ, കാസർഗോഡ് വരെയുള്ള ടീം ഈ ട്രാവൽസിൽ ഈ പൈസ കൊടുത്ത ടീമുണ്ട്. ഇവിടെ അല്ല, ചെറുപ്പശ്ശേരി വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് വിളിച്ചു വരുത്തിയാണ്. ഞങ്ങളെ പൈസയുടെ കാര്യത്തിൽ ഡീൽ ഉണ്ടാക്കാറുണ്ട് കണ്ട് ഞങ്ങളെ ടൈം തന്നു കണ്ട് വിളിച്ചു വരുത്തിയിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിയത്. അതെ, ഇവിടേക്ക് വരാനല്ല പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ സംസ്ഥാന എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ കണ്ട് ഇവരിവിടെ നിൽക്കണ്ടാന്ന് രാവിലെ വിളിച്ച് അവര് പറഞ്ഞു. ഇന്നലെ വിളിച്ചപ്പോൾ പാലക്കാട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ചെറുപ്പശ്ശേരി വന്നാൽ മതി. ചെറുപ്പശ്ശേരി ഞങ്ങളൊരു വക്കീലായിട്ട് വിചാരിച്ചപ്പോൾ ഇങ്ങനെ സ്ഥലമല്ല പ്രതീക്ഷിച്ചത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലം, അത് ഇവർ 4 ആളെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി ഇവിടെ ഒരു സ്ഥലത്ത് എത്തിച്ചതാണ്. ഇതിപ്പോ ഈ നിൽക്കുന്ന ആളുടെ ഏകദേശം ഒരു ഫാമിലിയിൽ തന്നെ 16 ലക്ഷത്തോളം, അതായത് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് 16 ലക്ഷത്തോളം ഒരു ഫാമിലിയുടെ നിന്ന് മാത്രം വാങ്ങിയിട്ടുണ്ട് ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ജപ്പാന്, തായ്ലാന്റ്, അതുപോലെ മക്കാവോ, അങ്ങനെ പല പല രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നത്. ഞാൻ പോയി വന്ന ഒരു ടീം കൂടിയാ. ഞാൻ പോയി എന്നിട്ടുണ്ടെങ്കിൽ മക്കാവ് പോയിട്ട് എനിക്ക് 4 ദിവസത്തെ വിസിറ്റിംഗ് തന്നിട്ട് അവിടെ പോയിട്ട് ഇവർ പറഞ്ഞ കക്ഷീൻ്റെ അവിടെ ഒരു നമ്പർ തന്ന്. പക്ഷേ ആ നമ്പർ ഒന്നും എടുക്കുന്നുമില്ല, പിന്നെ വിളിച്ചിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. ഞങ്ങളെ കൂടെ വന്ന 3 പേര് പോയി. അതിൽ ഒരുത്തൻ വിസ കഴിഞ്ഞിട്ട് 4 ദിവസം വിസിറ്റിംഗ് തന്നിട്ട് 6 ദിവസമായിട്ട് അതിൽ ഒരുത്തൻ ഞങ്ങളുടെ കൂടെ ജയിലിലായി. അവിടെ 2 ദിവസം ഞങ്ങൾ $500 അവിടെ ഫൈൻ അടച്ചും കഴിഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വിളിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. സംഭവത്തിൽ നേരത്തെ കേസുള്ളതായി മനസ്സിലാക്കിയ പോലീസ് വഞ്ചിതരായവരോട് ആ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ട്രാവൽ അധികൃതരുടെ വാക്ക് വിശ്വസിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ളവർ തലേ ദിവസം തന്നെ ചെറുപ്പശ്ശേരിയിലെത്തി റൂമെടുത്ത് താമസിച്ച് ഇവരെ കാണാൻ കാത്തുനിൽക്കുകയായിരുന്നു. നമ്മുടെ ഒന്നും പൈസ വാങ്ങിച്ചിരിക്കുന്ന 16,40,000 രൂപ വാങ്ങിച്ച് ഇത് 7 മാസം തികയാണ്. അപ്പം നമുക്ക് ഓരോ മാസവും ഇവർ ഓരോ ഡേറ്റ് പറഞ്ഞാണ് നമ്മളെ ഇത്രയും നാൾ നീട്ടിച്ചുകൊണ്ട് പോയത്. ഓസ്ട്രേലിയക്കാണ് നമ്മൾ പൈസ കൊടുത്തിരിക്കുന്നത്, 2 പേർക്കാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോകാനാണ് ഇത് റെഡിയാക്കിയത്. അപ്പോൾ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ആളുടെ അടുത്ത് ചാലക്കുടിയിൽ നിന്ന് തന്നെ ഒരു ലേഡി കയറുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞങ്ങളെ കൂടെ കയറ്റാൻ വേണ്ടിയാണ് ഇരുന്നത്. ഇതാണ് ആ സഹോദരി എന്ന് പറയുന്നത്. ഇവർ പോയി കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളും പോയെങ്കിൽ ഞങ്ങൾ അവിടെ കിടന്ന് അലഞ്ഞ് തിരിയുമായിരുന്നു. അപ്പോൾ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും. പക്ഷെ ഞങ്ങളുടെ പാസ്പോർട്ട് തിരിച്ച് തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. ഞങ്ങളിവിടെ കയറിയിട്ട് 4 ദിവസമായി. ഇതുവരെ ഇവർ തിരിഞ്ഞു നോക്കി എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വിളിക്കുമ്പോൾ എല്ലാം അവിടെ വരാം ഇവിടെ വരാം എന്ന് പറയണല്ലാതെ ആരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല.
എന്ത് ഏതെന്ന് പറയുന്നില്ല. ഇപ്പൊ ലാസ്റ്റിൽ ഒരു മെസ്സേജ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറഞ്ഞപ്പോ അവര് പറയാ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലൊന്നും പോകണ്ട, രാവിലെ 11:30 ആകുമ്പം സാംസങ് റെസിഡൻസിയിൽ വരണം, ഞങ്ങൾ അവിടെ വെച്ച് ഈ ക്യാഷ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്കെല്ലാം നമ്മൾ റീഫണ്ട് ചെയ്യും, നമ്മുടെ പാസ്പോർട്ട് തരും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ ഇവിടെ വന്നെത്തിച്ചത്. ചെർപ്പശ്ശേരിയിൽ ആർക്കും കേസിൽ പങ്കില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ വെച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പോലീസ് മലപ്പുറത്ത് ബന്ധപ്പെട്ട ആളുകളെ കാണുന്നതിനായി രണ്ടു കൂട്ടരെയും പറഞ്ഞയക്കുകയായിരുന്നു. നാടകീയ രംഗങ്ങളാണ് ഏറെ നേരം ഇവിടെ അരങ്ങേറിയത്. ഇതിനോട് ബന്ധപ്പെട്ട് 76/2026 ആയിട്ട് പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷനിൽ ഒരു പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും നിലവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കണക്റ്റായിട്ടാണ് അത് കൊണ്ടുപോകേണ്ടതായിരുന്നു. ലോകം മുഴുവൻ എഫ്ഐആർ ഇടേണ്ട കേസൊന്നുമില്ല. അപ്പോൾ അതിലൊരു നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അന്യായക്കാരനായിട്ട് അവിടെ ഒരു എഫ്ഐആർ നിലവിലുണ്ട്. പൂക്കോട്ടുപാടം, മലപ്പുറം ജില്ലയിൽ. പൂക്കോട്ടുപാടം നിലമ്പൂർ അതിന് ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അയാളെ വിളിച്ചാൽ മതി. അപ്പോൾ അയാളുടെ ഇതിൽ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് അയാൾക്ക് മാത്രമല്ല പറ്റിയിട്ടുണ്ടാവുക, എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് പേരുടെ പേര് അതിൽ ആ എഫ്ഐആറിൽ എഫ്ഐ മൊഴിയിൽ പോയിട്ടുണ്ടാവും. അതിൽ നിങ്ങളെ അത്രയും പേഴ്സണലായിട്ട് അറിയണവരുടെ പേരുകൾ അതിൽ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത ആൾ പോകുമ്പോൾ നിങ്ങളിപ്പോൾ കുറേ പേര് ഇങ്ങനെ നടക്കാൻ വേണ്ടി പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ പെട്ട് കിടക്കണവർ, ഈ പെട്ട് കിടക്കണവർ ഓരോരുത്തർ പോകുമ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആഡായി വരും. ഒറ്റ എഫ്ഐആർ അതിന് വേണ്ടുള്ളൂ കേട്ടോ. പക്ഷെ ഓൾറെഡി കൊരട്ടിയിലും എഫ്ഐആർ എടുക്കുന്നുണ്ട്. ശരി, ഒറ്റയിലാണെങ്കിൽ എവിടെയാണ് ചേട്ടോളും. അവിടെ ഓൾറെഡി കിടക്കാണ്, ഇവർക്ക് മുൻകൂർ ജാമ്യത്തിൽ നടക്കവര്. അല്ല, അതിൽ നിങ്ങളെല്ലാം പെട്ടിട്ടുണ്ടോ? അതിലില്ല, അത് അവർ മാത്രം. നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത്, നിങ്ങൾ ഈ വന്നവര് പൈസ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ തടിച്ചു കൂടിയവര് ഏതെങ്കിലും ഒരു എഫ്ഐആറിൽ നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് മാറാനാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതാരാ നിങ്ങൾ അതിന്റെ നേതൃത്വം എടുത്തെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇതിലൊന്നിൽ കൊരട്ടിയിലുള്ളതിലും പൂക്കോട്ടുപാടത്തുള്ളതിലും നിലമ്പൂർ ഒരു എഫ്ഐആർ ഇടാൻ പറഞ്ഞ് കൊണ്ടോട്ടി ഇടാൻ പോകണമെങ്കിലും നിങ്ങൾ ആരും ഒന്നിലും പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam.